Today, going to talk about understanding the principles of information system and a classification of information related healthcare. Healthcare is a unique information environment. Trust plays a crucial role in healthcare delivery. Healthcare provide ചെയ്യുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ. പേഷ്യൻ്റ് എൻട്രസ്റ്റ് their personal information to healthcare organization, creating distinct requirements for confidentiality, privacy and security. പേഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൈവസി ആയിട്ട് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക എന്നുള്ളത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദ ഓർഗനൈസേഷൻ റിഗാർഡ്ലെസ് ഓഫ് ദെയർ റോൾ ഇൻ ഹെൽത്ത് കെയർ മസ്റ്റ് ഏൺ ദ കോൺഫിഡൻസ് ഓഫ് പേഷ്യൻ്റ് ആൻഡ് സൊസൈറ്റി. Through firm commitment and ethical responsible handling personal information. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ അവരെ പേഴ്സണലായിട്ടുള്ള ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ പേഷ്യൻ്റ് കണ്ടീഷനെ കുറിച്ചിട്ടായാലും ലൊക്കേഷനെ കുറിച്ചിട്ടായാലും ഒക്കെയുള്ള ഇൻഫോർമേഷൻസ് സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെയും അതേപോലെ തന്നെ സൊസൈറ്റിക്കും അതൊരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ കംപ്ലീറ്റ് കറക്റ്റ്നെസ് ഓഫ് ഡാറ്റ, expectation of the information of integrity and which depends on complete correctness of data. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡാറ്റ കറക്റ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. ദെൻ heightened focus on integrity to ensure confidence in information demanded by the nature of health care. അതായത് ആ കോൺഫിഡൻഷ്യലായിട്ട് ആ ഇൻഫോർമേഷൻസ് സൂക്ഷിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ റിലയബിൾ ഇൻഫോർമേഷൻ എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് അത് നമ്മൾ അതിൽ നിന്ന് റിട്രൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക, തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. റിസർച്ച് ഇസ് എ ഫണ്ടമെൻ്റൽ അഡ്വാൻസിങ് ദ സയൻസ് ഓഫ് മെഡിസിൻ, ന്യൂ ഗൈഡ് ലൈൻ, പ്രോട്ടോകോൾ, ട്രീറ്റ്മെൻറ്റ് ഇൻ്റർവെൻഷൻസ് ആൻഡ് വെൽനസ് ഇൻസ്റ്റൈറ്റ്. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഇൻഫോർമേഷൻസ് പേഴ്സണലായിട്ടുള്ള ഒരു അസുഖത്തെ കുറിച്ചിട്ടുള്ളതും ട്രീറ്റ്മെൻറ്റ് എടുത്തതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് പിന്നീട് പല ആവശ്യമായിട്ട് വരും. ഹെൽത്ത് കെയർ ഈസ് എ യൂണീക്ക് ഇൻഫോർമേഷൻ എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എൻവയോൺമെൻറ്റാണ് അതിൽ വരുന്നത്. പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസാണ്, മറ്റുള്ള ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന പോലുള്ള ഇൻഫോർമേഷൻസ് അല്ല. ആ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും കീപ്പ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു പാർട്ടാണ് അഹിമ എന്ന് പറയുന്നത്. AHIMA, അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് ഈ ഇൻഫോർമേഷൻസ്, അതായത് ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ലീഡേഴ്സ് ആസ് വെൽ ആസ് ദ ഇൻഫോർമേഷൻ ഗവർണൻസ് എക്സ്പേർട്ട് ഫ്രം ദയർ ഇൻഡസ്ട്രി ടു ആർട്ടിക്കുലേറ്റ് IGPHC. IGPHC എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഗവർണൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് കെയർ. അതായത് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഭരണത്തിനായിട്ട്, അതായത് നമ്മുടെ മാനേജ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് എങ്ങനെ കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ആക്സെപ്റ്റഡ് റെക്കോർഡ് കീപ്പിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് നമ്മൾ റെക്കോർഡ് കീപ്പിംഗ് പ്രിൻസിപ്പിൾസ്, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ് പ്രിൻസിപ്പിൾസ്, ആ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ എങ്ങനെയാണ്? Everyone involved in the documenting using healthcare information, it is the quality according to AHIMA's data quality management model. അതായത് അഹിമ മോഡലാണ് അവരെങ്ങനെയാണോ അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് അവരെങ്ങനെയാണോ പേഴ്സണൽ ഡീറ്റെയിൽസും അവരുടെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും ഒക്കെ കീപ്പ് ചെയ്ത് വയ്ക്കുന്നത് അത് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ, ദ പർപ്പസ് ഫോർ വിച്ച് ദ ഡാറ്റ ആർ കളക്റ്റഡ്, അങ്ങനെയാണ് ആ ഡാറ്റ വേറെ എന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. കളക്ഷൻ, ദ പ്രോസസ് ബൈ വിച്ച് ഡാറ്റ എലമെൻ്റ് ആസ് അക്യുമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്ത് വയ്ക്കുന്ന രീതിയാണ് ഈ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. Then warehousing, the process and systems used in store and maintaining data and data channels. അതായത് നമ്മൾ അതിൽ ഡാറ്റയും ഓരോ ഡാറ്റകൾ സെപ്പറേറ്റ് കീപ്പ് ചെയ്ത് വയ്ക്കുക, അടക്കി വയ്ക്കുക എന്നുള്ളതാണ്. അനാലിസിസ്, ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഇൻറ്റു ഇൻഫോർമേഷൻ യൂട്ടിലൈസ്ഡ് ഫോർ ദ ആപ്ലിക്കേഷൻസ്, അതായത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഡാറ്റ നമ്മൾ പുറത്തെടുക്കുന്നു. ദീസ് പ്രോസസ് ആർ ഇവാലുവേറ്റഡ് വിത്ത് റിഗാർഡ് 10 ഡിഫറെൻറ്റ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് നമുക്ക് 10 ഡിഫറെൻറ്റ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആക്യുറസി, എൻഷുർ ദ ഡാറ്റ ആർ കറക്റ്റ് വാല്യൂ,
വാലിഡ് അറ്റാച്ച്ഡ് ടു ദ കറക്റ്റ് പേഷ്യൻ്റ് റെക്കോർഡ്. കറക്റ്റ് ഡാറ്റയാണോ എന്നുള്ളത് നോക്കുക, അതാണ് ആക്യുറസി. ഇനി ആക്സസബിലിറ്റി, ഡാറ്റ ഐറ്റംസ് ഷുഡ് ബി ഈസിലി ഒബ്റ്റൈനബിൾ ടു ലീഗൽ ആക്സസ് വിത്ത് സ്ട്രോങ് പ്രൊട്ടക്ഷൻസ് കൺട്രോൾ. അതായത് കൃത്യമായി ആക്സസ് ചെയ്യുന്ന രീതിയിൽ ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ പറയുകയാണ്, 45 വയസ്സിന് മേലെയുള്ള ആൾക്കാർ ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, 45 വയസ്സ് മേലെയുള്ള ഇന്ന അസുഖങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയുണ്ട്, അങ്ങനെയുള്ള ഡാറ്റകൾ നമ്മൾ റിട്രൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോംപ്രഹെൻസീവ്നെസ്, ഓൾ റിക്വയർഡ് ഡാറ്റ ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ്, എൻഷുർ ദ എൻറ്റയർ സ്കോപ്പ് ഓഫ് ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ആൻഡ് ഡോക്യുമെൻറ്റ് ഇൻറ്റൻഷൻ ലിമിറ്റേഷൻസ്. അതായത് അത് മുഴുവനായിട്ടുള്ള കോംപ്രഹെൻസീവായിട്ട് എന്ന് പറഞ്ഞാൽ ബൃഹത്തായിട്ടുള്ള അത് മുഴുവനായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. കൺസിസ്റ്റൻസി, ദ വാല്യൂ ഡാറ്റ ഷുഡ് ബി റിലയബിൾ ആൻഡ് സെയിം അക്രോസ് അപ്ലിക്കേഷൻസ്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമ്മൾ എപ്പോൾ ഏത് ഇതെന്ന് എടുത്ത് നോക്കിയാലും അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം കിട്ടേണ്ടത്. അതായത് സെയിം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം കിട്ടേണ്ടത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കറക്റ്റായിരിക്കും, കൺസിസ്റ്റൻ്റ്. എത്ര പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായാലും ഡാറ്റ സെയിം ആയിട്ടുള്ള ഡാറ്റകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കറൻസി, ഡാറ്റ ഷുഡ് ബി അപ്ഡേറ്റഡ്. അപ്പോൾ പിന്നീട് അതിൽ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ നടത്തുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അഡീഷണലായിട്ട് അയാൾ ചെയ്യുന്ന ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്, അതൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ക്ലിയർ ഡെഫിനിഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ദാറ്റ് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ഡാറ്റ യൂസേഴ്സ് ദാൻ വാട്ട് യു നോ ഡാറ്റ മീൻ. ഇനി ക്ലിയർ ഡാറ്റ, ഏതൊക്കെ ഡാറ്റയാണ് കൃത്യമായിട്ടുള്ള ഡാറ്റകൾ, ഏജ്, മറ്റുള്ള കാര്യങ്ങൾ, ലൊക്കാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ഗ്രാനുലാരിറ്റി, ദ അട്രിബ്യൂട്ട്സ് ആൻഡ് വാല്യൂസ് ഓഫ് ഡാറ്റ ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ എ കറക്റ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽ. ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തരിതരിയായിട്ട് സൂക്ഷിക്കുക, അതായത് ഓരോ സെറ്റായിട്ട് സൂക്ഷിക്കുക. ഇന്ന ഏജിൽ ഇന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്നവർ, ഇന്ന അസുഖമുള്ളവർ, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രിസിഷൻ, ഡാറ്റ വാല്യൂ ഷുഡ് ബി ജസ്റ്റ് ലാർജ് ഇനഫ് ടു സപ്പോർട്ട് ദ ആപ്ലിക്കേഷൻ ഓർ പ്രോസസ്സ്. അതായത് ഒരു ഡാറ്റ വാല്യൂ ഷുഡ് ബി എന്താണ്, ലാർജ്, ഒരു പരിധി വരെ ആവശ്യമുള്ള ഇൻഫർമേഷൻസൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. റെലവൻസ്, ഡാറ്റ ആർ മീനിങ് ഫുൾ ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ പ്രോസസ്സ്. നമുക്ക് ആവശ്യമുള്ളൊരു റെലവൻ്റ് ആയിരിക്കണം, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ ഫോർ വിച്ച് ദേ ആർ കളക്റ്റഡ്, അതിലുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് അതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ടൈംലിനെസ്, ഡിറ്റർമിൻഡ് ബൈ ദ ദെൻ ബീയിങ് യൂസ്ഡ് ദെയർ കോണ്ടെക്സ്റ്റ്. ടൈംലിനെസ് എന്ന് പറഞ്ഞാൽ സമയം, അത് കൃത്യമായ സമയത്ത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അത് ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റയുടെ ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റകൾ ടൈമിലായിട്ട് കറക്റ്റായിട്ട് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു.